നമ്മുടെ ഒറ്റപ്പാലം മുഹമ്മദ് സ്വാലിഹ് ഏറെ നാളത്തെ ലഹരി ഉപയോഗത്തിന് ശേഷം നിത്യജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരുപാട് നാളുകളായിട്ട് പുതിയ തലമുറക്ക് ലഹരിയിൽ നിന്ന് മുക്തമാവാൻ വേണ്ടി ആവേശത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്വാലിഹ്. അലിവിൻ്റെ വേദിയിൽ സ്വന്തം കഥ പറയുകയാണ് ഒറ്റപ്പാലത്തുകാരൻ മുഹമ്മദ് സ്വാലിഹ്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അതായത് 14ാമത്തെ വയസ്സിൽ കൂട്ടുകാരോടൊത്ത് തുടങ്ങിയ ബീഡിവലി, പിന്നെ സിഗരറ്റ് വലി, പിന്നെ കഞ്ചാവിൻ്റെ ലോകത്തേക്ക്. കഞ്ചാവ് വലിച്ച് ഉന്മത്തരായ 12 പേരുടെ ഒരു കൂട്ടം ക്ലാസ്സിൽ പോകാതായി. കഞ്ചാവ് ഇല്ലാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെയായി. കഞ്ചാവ് വാങ്ങാൻ പണമില്ലാതായപ്പോൾ പിടിച്ചുപറി തുടങ്ങി. പട്ടാപ്പകൽ തന്നെ പിടിച്ചുപറി. അതിനുശേഷം ബൈക്ക് മോഷണം പതിവായി. ഒരു ബൈക്ക് കൊണ്ട് കൊടുത്താൽ 50 ഗ്രാം കഞ്ചാവാണ് ഇവർക്ക് കിട്ടുക. അതുകൊണ്ട് അവർ ജീവിതം അടിച്ചു പൊളിച്ചു. സ്വന്തം ഉപ്പാടെ കഴുത്തിന് നേർക്ക് പോലും ഒരു ദിവസം കത്തി വീശേണ്ടുന്ന ഗതികേടുണ്ടായി മുഹമ്മദ് സ്വാലിഹിന്. അയൽവക്കക്കാരും സുഹൃത്തുക്കളും വന്ന് പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ വാപ്പാനെ കൊന്ന കൊലപാതകിയായി സ്വാലിഹ് ഇന്ന് ജയിലിലാകുമായിരുന്നു. അങ്ങനെ ബൈക്ക് മോഷണത്തിന് സ്വാലിഹ് പോലീസിനാൽ പിടിക്കപ്പെട്ടു. 4 മാസം ജയിൽവാസം. 12 പേരിലെ 3 പേർ പ്രായപൂർത്തിയാവാത്തതിനാൽ അവരെ വിട്ടയച്ചു. ബാക്കി 9 പേർക്കും 4 മാസത്തെ ജയിൽവാസം. 4 മാസത്തിനൊടുവിൽ ഒരു ജഡ്ജി ദൈവത്തിൻ്റെ രൂപത്തിൽ സാലിഹിൻ്റെ മുമ്പിലെത്തി. ഇത് മാറ്റണ്ടേ, ഇത് മാറണ്ടേ, ലഹരിയിൽ നിന്നൊരു മോചനം വേണ്ടേ? വേണം, നിർബന്ധമായും വേണം. വിമുക്തി എന്ന പരിപാടിയിൽ, എക്സൈസ് നടത്തുന്ന വിമുക്തിയിൽ പങ്കെടുത്ത് സ്വാലിഹ് എന്നേക്കുമായി ലഹരിയുടെ ലോകത്തു നിന്ന് വിടവാങ്ങി. ഉപ്പ മരിക്കുമ്പോൾ സ്വാലിഹ് ലഹരിയുടെ ലോകത്ത് നിന്ന് വിടവാങ്ങിയ സമയത്തായിരുന്നു ആനന്ദക്കണ്ണീരോടെ ഉപ്പ യാത്രയായി. ശേഷം 2 സഹോദരിമാരുടെ വിവാഹവും നടത്തി. 2019 ജയിൽ മോചിതനായതിനു ശേഷം ഒരു 1.5 വർഷത്തിന് ശേഷമാണ് ഒരു ടിവിക്ക് അഭിമുഖം നൽകുന്നത്. തൻ്റെ പഴയകാല കഞ്ചാവ് കാലത്തെക്കുറിച്ച് ഉള്ള വിവരണങ്ങൾ. അന്ന് രാത്രി തന്നെ ലഹരി മാഫിയയുടെ ആക്രമണമുണ്ടായി വീട്ടിൽ. ശേഷം ജോലിക്ക് പോകുമ്പോൾ ബൈക്ക് തടഞ്ഞു നിർത്തിയും ജോലി സ്ഥലത്തും ലഹരി മാഫിയ കയ്യേറ്റം ചെയ്തു. പക്ഷേ സ്വാലിഹ് പിടിച്ചു നിന്നു. ലഹരിക്കെതിരെയുള്ള നിരന്തരമായ പോരാട്ടത്തിന് സ്വാലിഹിൻ്റെ മനസ്സ് തയ്യാറെടുക്കുകയായിരുന്നു. ഇന്ന് 50-ലധികം കുട്ടികൾക്ക് കൗൺസിലിംഗ് നടത്തുകയാണ് സ്വാലിഹ്. വരുന്ന മെയ് 15-ാം തീയതി മുതൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാൽനടയായി ലഹരിക്കെതിരെ ഒരു പദയാത്രയ്ക്കൊരുങ്ങുകയാണ് സ്വാലിഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കണം. അലിവിൻ്റെ ഈ സതുദ്യമത്തിൽ പങ്കെടുത്ത എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു.
വേണ്ട ലഹരികൾ വേണ്ട, നാടിന് വേണ്ടത് നല്ലൊരു സമൂഹം, നാടിന് വേണ്ടത് നല്ലൊരു തലമുറ. വേണ്ട വേണ്ട ലഹരികൾ വേണ്ട, നാടിന് വേണ്ടത് നല്ലൊരു തലമുറ. നമുക്ക് വേണം ജീവിത ലഹരി, നമുക്ക് വേണം ജീവിത ലഹരി, നന്മക്കായി പൊരുതിയിടാം.